നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് പീറ്റർ സ്ക്വയറിലാണ്. പരിശുദ്ധ പിതാവിന് അന്തിമോപചാരം സമർപ്പിച്ച് ബലി അർപ്പിച്ചതിന് ശേഷം എല്ലാവരും വളരെ ദുഃഖാർത്ഥത്തോടു കൂടി ആയിരിക്കുന്ന നിമിഷമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ ഇവിടെ എത്തി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് മലയാളിയായ ബെന്നിച്ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് നമുക്കിപ്പോൾ കേൾക്കാം. പരിശുദ്ധാവിനെ എപ്പോഴാണ് അറിയാൻ ആദ്യമായി കണ്ടതും അതിനുള്ള ഓർമ്മകളൊക്കെ? അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആദ്യമായിട്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ വരാനും ആ തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇവിടെ അതിൽ പങ്കെടുക്കുവാനും ആ വെളുത്ത പുക ഉയർന്നപ്പോൾ ആദ്യമായി ഫ്രാൻസിസ് പാപ്പയുടെ പേര് ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ അത് ഇത്രമാത്രം നന്മകളുള്ളൊരു മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ഭാഗമായിട്ട് മാറി ഇത്രമാത്രം പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു എന്താ പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്ന അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറി ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറി. 12 വർഷം മുമ്പ് പരിശുദ്ധാവിന്റെ സ്ഥാനാരോഹണം കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് നിർഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണാനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ഇവിടെ ഈ ജനസാഗരത്തിന്റെ മധ്യത്തിലും ഒത്തിരിയേറെ മലയാളീസ് ഇവിടെയുണ്ട്. അവർ പരിശുദ്ധാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോബി കാച്ചിപ്പുറയുടെ ഒപ്പം ഗുഡ് ന്യൂസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോൾ.